തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റ് തകരാറിലായി. രോഗികൾക്ക് പോകാൻ കഴിയാത്ത വിധം ലിഫ്റ്റിന്റെ മുകളിൽ നിന്നും വെള്ളം ചോരുകയാണ്. അത്യാഹിത വിഭാഗത്തിലെ ലിഫ്റ്റാണ് തകരാറിലായത്. രോഗികൾക്ക് സ്കാനിങ്ങിന് ഉൾപ്പെടെ പോകാൻ കഴിയുന്നുമില്ല. ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, ഈ ലിഫ്റ്റ് തകരാറിലായിട്ട് എത്ര സമയമായി? അത് പരിഹരിക്കാൻ, ലിഫ്റ്റിന്റെ തകരാറ് പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊന്നും നടക്കുന്നില്ല. കാരണം അത്യാഹിത വിഭാഗത്തിൽ ലിഫ്റ്റ് തകരാറിലാകുന്നത് രോഗികൾ എത്രത്തോളം വലിക്കുന്നുണ്ടാകും എന്നുള്ളതാണ്. ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റുകൾ തകരാറിലാകുന്നത് ആദ്യത്തെ സംഭവമല്ല. തുടർച്ചയായി ഇത്തരത്തിൽ ലിഫ്റ്റുകൾ തകരാറിലാകുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ കാഷ്വാലിറ്റിയിൽ നിന്നും പോകുന്ന ലിഫ്റ്റാണ് തകരാറിലായിരിക്കുന്നത്. ലിഫ്റ്റിന്റെ മുകൾ ഭാഗത്ത് നിന്നും വെള്ളം ചോരുകയാണ്. ഇത് കാരണം കാഷ്വാലിറ്റിയിൽ എത്തിയതിനു ശേഷം സ്കാനിങ്ങിന് ഉൾപ്പെടെ പോകാൻ രോഗികൾക്ക് കഴിയുന്നില്ല. വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് രോഗികൾ. മണിക്കൂറുകളായി ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇതുവരെയും ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 42 മണിക്കൂറിലധികം ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും ലിഫ്റ്റ് കേടായ ഒരു വിവരം ഉൾപ്പെടെ പുറത്ത് എഴുതി ഒട്ടിക്കുകയോ മുന്നറിയിപ്പുകൾ നൽകുകയോ ചെയ്യാത്തതിനെ തുടർന്നാണ് ഒരാൾ മണിക്കൂറുകളോളം ലിഫ്റ്റിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം വീണ്ടും ലിഫ്റ്റ് തകരാറിലായി. ഒരു ഡോക്ടറും രോഗിയും സ്കാനിങ്ങിനായി പോകുന്ന വേളയിലാണ് ലിഫ്റ്റ് തകരാറിലാകുന്ന ഒരു സംഭവം ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ ലിഫ്റ്റിന്റെ മുകൾ വശത്തു നിന്നും വെള്ളം താഴേക്ക് ചോർന്ന് ഒലിക്കുകയാണിത്. ബക്കറ്റ് വെച്ചാണ് ഈ വെള്ളം ഇപ്പോൾ നിലവിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ഒരു വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നതും. കാഷ്വാലിറ്റി പോലുള്ളൊരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ളൊരു വീഴ്ച ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. നിരവധി പേരെ ഈ ലാബ് ഇത് ലിഫ്റ്റ് ശരിയാക്കുന്നതിന് വേണ്ടി നിരവധി പേരെ ആശുപത്രിയിൽ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആരും തന്നെ ഇത് മണിക്കൂറുകളോളം കേടായിട്ട് പോലും ആരും ഇത് ശരിയാക്കുന്നില്ല എന്നുള്ളതാണ്. അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തുന്നവർക്ക് ഈ സ്കാനിംഗ് വിഭാഗത്തിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും ഈ ലിഫ്റ്റ് ഉപയോഗിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തെ ലിഫ്റ്റാണ് ഇത്തരത്തിൽ തകരാറിലായിരിക്കുന്നത്. മുകൾ വശത്ത് നിന്നും വലിയ രീതിയിൽ വെള്ളം ഇപ്പോഴും വീണുകൊണ്ടിരിക്കുകയാണ്. അത് 2, 3, 4 ബക്കറ്റുകൾ വെച്ചാണ് ഈ വെള്ളം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഗുരുതരമായിട്ടൊരു അനാസ്ഥയാണ്. പലതവണ ഈ ലിഫ്റ്റിന്റെ പ്രശ്നം, ഏതാണ്ട് 12ഓളം ലിഫ്റ്റുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്. ഈ ലിഫ്റ്റിന്റെ പ്രശ്നം പലതവണ ഈ ആശുപത്രി അധികൃതരോടൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. ആരോഗ്യവകുപ്പിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് രവീന്ദ്രൻ എന്നൊരാൾ 42 മണിക്കൂറോളം ഈ ലിഫ്റ്റിൽ കുടുങ്ങിയയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ആ ഒരു സാഹചര്യം പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷവും ഈ ലിഫ്റ്റുകൾ കേടാകുന്നത് പരിഹരിക്കാനുള്ള യാതൊരു നടപടികളും ആശുപത്രി അധികൃതരുടെയോ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏതായാലും പ്രശ്നം ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. രോഗികൾക്ക് സ്കാനിങ്ങിന് ഉൾപ്പെടെ പോകാൻ കഴിയാത്ത വിധത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. രശ്മി പറഞ്ഞതുപോലെ ഈ സാങ്കേതിക തടസ്സം ഇത് ഉണ്ടായി പോകുന്നതല്ലല്ലോ അല്ലെ? കാരണം ഈ മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റ് രോഗികൾക്ക് ഒരു പേടിസ്വപ്നമായി മാറുന്ന ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ടതാണെന്നുള്ളതാണ്. തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി പരിഹരിക്കുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു സംവിധാനം ഒരുക്കേണ്ടതിന്റെ ആവശ്യകത. കൃത്യമായൊരു സംവിധാനം ഇക്കാര്യത്തിൽ ഒരുക്കേണ്ടതുണ്ട്. താൽക്കാലികമായുള്ള പരിഹാരങ്ങൾ മാത്രമാണ് ഈ ലിഫ്റ്റുകളിൽ ചെയ്യുന്നത്. മാത്രമല്ല, ഈ പല ലിഫ്റ്റുകളും കാലപ്പഴക്കം കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ലിഫ്റ്റുകളിൽ മറ്റുമുണ്ട്. ഈ ലിഫ്റ്റിന്റെ മുൻവശത്ത് ഈ സാങ്കേതിക തകരാറുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലിഫ്റ്റിൽ കയറുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ലിഫ്റ്റിൽ കയറരുത്. ഇത്തരത്തിലുള്ള യാതൊരു മുന്നറിയിപ്പുകളും രോഗികൾക്ക് നൽകാറില്ല. തിരുവനന്തപുരത്തൊക്കെ മറ്റ് ജില്ലകളിൽ നിന്നാണെങ്കിലും കേരളത്തിന് പുറത്തു നിന്നാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു ആശുപത്രിയാണ് ഈ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ്. അതും കാഷ്വാലിറ്റിയിലേക്ക് എത്തുന്ന ആളുകളെ വളരെ പെട്ടെന്നാണ് ഈ ഗുരുതരമായിട്ട് ഈ ആക്സിഡന്റ് ഒക്കെ പറ്റിയവരെയൊക്കെ തന്നെ സ്കാനിങ്ങിനേക്കൊക്കെ വളരെ പെട്ടെന്ന് അയക്കാറുണ്ട്. അതൊക്കെ ഈ ലിഫ്റ്റ് വഴിയാണ്. ഈ രോഗികൾ ആശ്രയിക്കുന്നത് ഈ ഒരു ലിഫ്റ്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ഈ ലിഫ്റ്റാണ്. അപ്പോൾ ഈ നിരന്തരമായിട്ട് ലിഫ്റ്റ് തകരാറിലാകുന്നു. അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ശാശ്വത പരിഹാരം കാണുന്നതിനാവശ്യമായിട്ടുള്ള യാതൊരു നടപടികളും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. തുടർച്ചയായി ഇത്തരത്തിൽ രോഗികളും ഡോക്ടർമാരും ഒക്കെ ലിഫ്റ്റിനകത്ത് കയറുമ്പോഴാണ് ലിഫ്റ്റ് പകുതി വഴിയിൽ നിന്നു പോകുന്നത്. മണിക്കൂറുകളോളം അതിൽ കുടുങ്ങിക്കിടക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏതായാലും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വലിയ ചോർച്ചയാണ് ഈ ലിഫ്റ്റിന്റെ മുകളിൽ നിന്നും കാണാൻ കഴിയുന്നത്. ശക്തമായ രീതിയിൽ ഈ ലിഫ്റ്റിന്റെ മുകളിൽ നിന്നും താഴേക്ക്, അതായത് ലിഫ്റ്റിനകത്തേക്ക് കയറുന്ന കവാടത്തിലാണ് ഈ വെള്ളം വീണുകൊണ്ടേ ഇരിക്കുന്നത്. ഒരു 3-4 ബക്കറ്റുകൾ താഴെ നിരത്തി വെച്ചതിന് ശേഷം അതിലിപ്പോൾ വെള്ളം ശേഖരിച്ച്, അതായത് വെള്ളം ഈ രീതിയിൽ വീഴുകയാണെങ്കിൽ ആശുപത്രി ആ ഫ്ലോറിലേക്കും,
അതായത് ആ കാഷ്വാലിറ്റിയുടെ ആ ഫ്ലോറിലേക്ക് കൂടി വെള്ളം ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന രോഗികൾക്കൊക്കെ ഇത് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഈ ബക്കറ്റുകളിൽ 4 ബക്കറ്റുകളിൽ വെള്ളം ശേഖരിച്ച് അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിഹരിക്കാനുള്ള നടപടിയൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഈ ഉടൻ തന്നെ പരിഹരിക്കുമെന്നുള്ളതാണ് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. ഏതായാലും രോഗികൾ ഈ സ്കാനിങ്ങിനും മറ്റിടങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയാതെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. വ്യാപകമായി വിമർശനമാണ് ആരോഗ്യവകുപ്പിനെതിരെയും സൂപ്രണ്ടിനെതിരെയും ഒക്കെ ഉയർന്നു വരുന്നത്. കാരണം ഈ ലിഫ്റ്റ് തകരാറിലാകുന്ന പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് ആവശ്യം. ലക്ഷ്മി. രശ്മിയാണ് വിവരങ്ങൾ നൽകിയത്.